ഹലോ, ഇന്നൊരു പുതിയ ഔട്ട്ഫിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയേക്കുന്ന ഒരു പഴയ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഇന്ന് ഇതിലാണ് പരീക്ഷണം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ടോപ്പും ഒരു പലാസോ പാൻറ്റുമാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നോർമൽ ഒരു ടോപ്പല്ല, സൈഡ് രണ്ട് ഇറങ്ങി കിടക്കുന്ന ആ ഒരു ടൈപ്പിലത്തെ ഒരു ടോപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കൂട്ടത്തിൽ ഇത് ഓഫ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഒരു ഡൈ പരീക്ഷണം കൂടി അതിനകത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് എൻ്റെ അളവിലൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ടോപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ മെഷർമെൻറ്റ്സുകളെല്ലാം ഒന്ന് ഇതിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുവാണ്. അപ്പോൾ എൻ്റെ ടേപ്പ് കണ്ടില്ലെന്ന് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഞാനൊരു സ്കെയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഈ സ്കെയിൽ വെച്ച് നമുക്ക് ലെങ്തൊക്കെ മെഷർ ചെയ്യാൻ ഇച്ചിരി പാടാണ്. കാരണം ഇത്രയും നമ്മൾ ലെങ്ത്ത് ഒത്തിരി തവണ ഇങ്ങനെ വെച്ചിട്ട് വേണമെന്ന് ലെങ്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇച്ചിരി പ്രയാസമുണ്ട്. നമ്മൾ ടേപ്പാണെങ്കിൽ അത്രയും ഇങ്ങനെ നീളത്തിൽ വെച്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാമല്ലോ. പിന്നെ ഇതിൽ ഒരു പഫ് സ്ലീവാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അത് സ്ലീവിൻ്റെ മുകൾ ഭാഗത്തും പഫ്, താഴ്ഭാഗത്തും കുറച്ച് സ്ഥലം വരെ ഒരു പഫ് ഇടുന്ന ടൈപ്പിൽ അങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഇത് നമ്മൾ തയ്ച്ചതിന് ശേഷമാണ് ഞാനിത് ഡൈ മുക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കഴുത്തിനും കുറച്ച് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാ ഒരു നെക്കല്ല സ്റ്റിച്ച് ചെയ്തത്, കുറച്ചൊരു വ്യത്യാസമായിട്ടാണെന്ന് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡ് ഇറങ്ങിക്കിടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് അതിനുള്ള മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. നോർമൽ കട്ടിങ്ങിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ. നടുഭാഗം കുറച്ച് കയറി നിൽക്കും, രണ്ട് സൈഡ് ഭാഗം സ്ലിറ്റ് വരുന്ന വശം മാത്രമാണ് താഴേക്ക് ഇറങ്ങിക്കിടക്കുന്നത്. അതൊരു ഏലയും ടോപ്പിൻ്റെ മോഡലിലാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതേ ഉള്ളൊരു ആകെ ഒരു ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ സാധാ ചുരിദാർ സ്റ്റിച്ച് കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു മോഡലിൽ തന്നെയാണ് കട്ടിങ് എല്ലാം വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നെക്ക് പോർഷനിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഒരു വി ഷേപ്പ് നെക്കാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അതൊരു 10 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ 5 ഇഞ്ച് വരെ നമ്മുടെ നോർമൽ നെക്ക് വന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമ്മളൊരു പീസ് സ്റ്റിഫ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ തയ്ച്ചിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പഫ് സ്ലീവാണിത്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ പരിപാടികളെല്ലാം കഴിയും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നെക്കാണ് പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പം ബാക്കിലത്തെ നെക്ക് പിടിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഫ്രണ്ടിലത്തെ നെക്ക് പോർഷൻ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ഹെമ്മിങ് ചെയ്താണ് പിടിപ്പിക്കുന്നത്. ഫ്രണ്ടിലത്തെ നെക്കും ബാക്കിലത്തെ നെക്കും നമ്മൾ ഹെമ്മിങ് ചെയ്താണ് ഇതിനകത്ത് പിടിപ്പിച്ചെടുക്കുന്നത്.
അപ്പോൾ ഫ്രണ്ടിനൊക്കെ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് സ്റ്റിപ്പ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഒരു പീസ് തുണിയിൽ സ്റ്റിപ്പ് വെച്ചിട്ട് ഒന്ന് അവിടെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നത്. ഇതാ ഇതുപോലെയാണ് ഒരു പീസ് വെച്ചിട്ട് നമ്മളിനി തിരിച്ചിട്ടെടുക്കാൻ പോകുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഒരു സ്പീഡിൽ തന്നെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ആ പലാസോ പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ ഫ്രണ്ട് നെക്കും ബാക്കിലത്തെ നെക്കിൻ്റെ എല്ലാ ഹെമ്മിയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ആ ഒരു ഫ്രണ്ട് ഡീപ്പായിട്ടുള്ള ആ നെക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഷോൾഡറിൻ്റെ ഏകദേശ പരിപാടികളൊക്കെ തീർന്നു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ആദ്യം നമ്മൾ എത്രയാണ് നമുക്ക് ആ ഒരു ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ അത്രയും വെച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തിയിട്ടാണ് ഇതുപോലെ ഒരു സ്റ്റിപ്പ് വെച്ചിട്ടൊന്ന് നമ്മളൊന്ന് തയ്ച്ചെടുക്കുന്നത്. പിന്നെ നമ്മളിതാ ഇതുപോലെ നമ്മുടെ സ്ലീവും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൂടി എടുക്കുമ്പോൾ നമ്മുടെ ഏകദേശ പരിപാടികളൊക്കെ കഴിയും. പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോവാണ്. ഇത് A-ലൈൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന് സ്ലിറ്റ് ഒന്നും വരുന്നില്ല സൈഡിൽ. അപ്പം നമ്മളിത് കൂട്ടി തയ്ച്ച് തന്നെ എടുക്കുകയാണ് ചുവട് വരെ. പിന്നെ അടിഭാഗം കൂടി നമ്മളൊന്ന് ലെവലിലൊന്ന് തയ്ച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിയും. അടിഭാഗം തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തയ്ക്കണം. ആ ഒരു പോർഷൻ നമ്മൾ നീറ്റായിട്ട് തയ്ച്ചെടുക്കണം. തയ്ച്ചതിന് ശേഷം ഞാനൊന്ന് തേച്ച് കൂടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചുവട് ഭാഗം. ഇനി നമുക്കിതാ ഈ കടത്തിൻ്റെ ഡൈ വെച്ചിട്ടാണ് ഞാനിവിടെ ഒന്ന് ഈ ഒരു ഡൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ കാണിക്കുന്നില്ല, മുമ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മളിനി ആ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ തോന്നും.
പക്ഷേ ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് ഡൈ ചെയ്യാൻ പോകുന്നത്. ഒരു കോഫി കളർ, ഒരു കാക്കിയുടെ ഒരു പാക്കറ്റായിരുന്നു ഇത്. നമുക്ക് ഈ ഡൈ ഫിക്സ് കൂടി ചേർത്തിട്ട് ഇതിൻ്റെ എക്സസ് കളറുകളൊക്കെ നമുക്ക് വാഷ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഈ കെട്ടഴിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്ഥലത്തൊന്നും ഇതിൽ ആ ഒരു ഡൈയുടെ ഇത് വന്നിട്ടില്ല. കുറച്ച് സ്ഥലമേ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളൂ. നമ്മൾ കെട്ടുന്ന ആ ടൈയുടെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ആ ഒരു കളറിൻ്റെ ആ ഒരു ഫിനിഷിങ് വരുന്നത്. അപ്പോൾ എനിക്കിതാ ഇതുപോലെയാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ പറഞ്ഞത് പാൻറ്റിൻ്റെ ഒന്നും ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ആ ഒരു സ്ലീവൊക്കെ വരുന്നത്. ഇങ്ങനെയാണ് കഴുത്തിൻ്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്.